ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ റെഗുലറായി കോഫി കുടിക്കാറുണ്ടോ? ഒരു ദിവസം കോഫി കുടിച്ചില്ലെങ്കിൽ ആ ദിവസം തള്ളി നീക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ടോ? മിക്ക ബിസിനസ് പേഴ്സൺസ്, ബിസി പ്രൊഫഷണൽസ് ഇവരൊക്കെ കോഫി റെഗുലറായി യൂസ് ചെയ്യുന്നവരായിരിക്കും. എന്ന് കരുതി അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മോർണിംഗ് റിച്വൽ അല്ല, അല്ലെങ്കിൽ ലേറ്റ് നൈറ്റിലെ വർക്ക് സെക്ഷനിൽ അവരെ അലേർട്ടാക്കി വെക്കുന്ന ഒരു ഡ്രിങ്ക് മാത്രമല്ല ഇത്. ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ് അടങ്ങിയ ഒരു ഡ്രിങ്ക് ആയിട്ടാണ് കോഫി അവർ പരിഗണിക്കുന്നത്. അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്ന, അവരുടെ ഉള്ളിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കുന്ന, മൊത്തത്തിൽ ഓവറോൾ വെൽബീയിങ്ങിന് സഹായിക്കുന്ന ഒരു ഡ്രിങ്ക്. നിങ്ങൾ വല്ലപ്പോഴും മാത്രം കോഫി കുടിക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ റെഗുലറായി കോഫി കുടിക്കുന്നവരായിക്കോട്ടെ, എങ്ങനെ തന്നെ ആണെങ്കിലും നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്നത് അധിക അളവിൽ കോഫി കുടിക്കുന്നത് ഇസ് എ ബാഡ് തിങ്. ദ ഡാർക്ക് സൈഡ് ഓഫ് ഡ്രിങ്കിങ് ടു മച്ച് ഓഫ് കോഫി. കോഫിയിൽ കഫീൻ അടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് നമ്മുടെ മൂഡ്, അറ്റൻഷൻ, കൊഗ്നിഷൻ, ഫിസിക്കൽ പെർഫോമൻസ് ഇതെല്ലാം അധികപ്പെടുത്തും. ഈ കഫീൻ നമ്മുടെ സ്ട്രെസ് ഹോർമോൺ അഥവാ കോർട്ടിസോൾ ലെവലിനെ അതിന്റെ നോർമൽ ലെവലിൽ നിന്ന് മുകളിലേക്ക് കൊണ്ടുവരും. ശരിക്കും കോർട്ടിസോളിനെ സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിക്കാൻ കാരണം നമ്മൾ സ്ട്രെസ് ആയിരിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോൺ ആണിത്. ദാറ്റ് മീൻസ് നിങ്ങൾ കോഫി കുടിക്കുന്നതിലൂടെ നിങ്ങൾ സ്ട്രെസ്സിൽ അല്ലെങ്കിൽ പോലും നിങ്ങളുടെ സ്ട്രെസ് ഹോർമോൺ അതായത് കോർട്ടിസോൾ ലെവൽ നിങ്ങളുടെ ഉള്ളിൽ രൂപപ്പെടുകയും അത് അബ്നോർമൽ ലെവലിലേക്ക്, ദാറ്റ് ഈസ് നോർമൽ ലെവലിനേക്കാളും ഹൈ ലെവലിലേക്ക് പോവുകയും ചെയ്യും. ഈ കോർട്ടിസോളിന്റെ ബാലൻസ് നമ്മുടെ ശരീരത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് കൂടിയാലും പ്രശ്നമാണ്, അതുപോലെ കുറഞ്ഞാലും പ്രശ്നമാണ്. ജസ്റ്റ് ഇമാജിൻ, സപ്പോസ് നിങ്ങൾ സ്ട്രെസ്ഫുൾ ആയ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒന്ന് പ്രൊഡക്റ്റീവായി വർക്ക് ചെയ്യാമെന്ന് കരുതി കോഫി കുടിച്ചാൽ എന്ത് സംഭവിക്കും? യു ആർ ഓൾറെഡി സ്ട്രെസ്ഡ്. സ്ട്രെസ്സിലായിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺ രൂപപ്പെട്ട് കഴിഞ്ഞു. ഈ ടൈമിൽ ഒരു കോഫി കുടിച്ചാൽ അത് വീണ്ടും നിങ്ങളുടെ സ്ട്രെസ് ഹോർമോണിനെ കൂട്ടില്ലേ? നോർമൽ ലെവലിനേക്കാളും എത്രയോ മുകളിൽ പോകും നിങ്ങളുടെ കോർട്ടിസോൾ ലെവൽ. സോ സ്ട്രെസ് ആയിരിക്കുന്ന സമയത്തിൽ കോഫി കുടിക്കുന്നത് എരിതീയിൽ പെട്രോൾ ഒഴിക്കുന്നതിന് സമമാണ്. ഇന്ന് പല റിസർച്ചുകളും എടുത്തു പറയുന്നത് ആൻസൈറ്റിയിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ കഫീൻ ഡ്രിങ്ക്സ് സച്ചസ് ടീ, കോഫി ഇതൊക്കെ കുടിക്കുമ്പോൾ അവർക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നതിന്റെ സാധ്യത വളരെ വലുതാണെന്നാണ്. ഇത്തരം ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടും. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ചില സന്ദർഭങ്ങളിൽ ഹൃദയം പൊട്ടിപ്പോകുന്നുണ്ടോ എന്ന് പോലും തോന്നിപ്പോകും. ശരീരമാകെ വിയർക്കും, ചെസ്റ്റിൽ വേദനയും അസ്വസ്ഥതയും അനുഭവപ്പെടും, പിന്നെ ചിലപ്പോൾ ശ്വാസമുട്ടലും അനുഭവപ്പെടാം. സോ ഇങ്ങനെ നിങ്ങൾ ഓവർ സ്റ്റിമുലേറ്റഡ് ആയി ഇതിനെ കാം ഡൗൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഡിപ്രസൻസിനെ ആശ്രയിക്കും. അതിനുവേണ്ടി നിങ്ങൾ ആൽക്കഹോൾ ഉപയോഗിക്കും, ചിലപ്പോൾ സ്ലീപ്പിംഗ് പിൽസ് എടുക്കും, അല്ലെങ്കിൽ ആന്റി ആൻസൈറ്റി മെഡിക്കേഷൻസ് എടുക്കും. സ്റ്റിമുലന്റ് ഇൻഡ്യൂസ് ചെയ്ത ആൻസൈറ്റി അതിനെ ബാലൻസ് ചെയ്യാൻ ഡിപ്രസന്റ് ഇൻഡ്യൂസ് ചെയ്ത ഡ്രൗസിനെസ്. ഈ ബാക്ക് ആൻഡ് ഫോർത്ത് ഓൾറെഡി എക്സോസ്റ്റഡ് ആയ നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ വലിയ അളവിൽ ഒരു ലോഡ്, ഒരു ബർഡൻ കൊണ്ടുവരും. ദിസ് ഈസ് ദ റിയൽ ഇഷ്യൂ. സോ നിങ്ങൾ റെഗുലറായി കോഫി കുടിക്കുന്ന ആളാണ്, പക്ഷെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ മാത്രമേ കോഫി കുടിക്കുന്നുള്ളൂ എന്നാണെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ബിഗ് പ്രോബ്ലം. ഇനി കോഫിയുടെ ലിമിറ്റഡ് എമൗണ്ട്, എത്രത്തോളം അളവിൽ സേഫായി നമുക്ക് കോഫി കുടിക്കാം എന്നുള്ളത് നോക്കാം. ജനറലി പറയുകയാണെങ്കിൽ ആവറേജ് ആയിട്ട് ഒരാൾക്ക് 8 ounce കോഫി, അതായത് 240 ml കോഫി കുടിക്കാം ഒരു പ്രശ്നവുമില്ലാതെ. പക്ഷേ യു ഷുഡ് ബി അവെയർ ദാറ്റ് നിങ്ങൾക്ക് അത് കുടിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ യു ഷുഡ് അവോയ്ഡ് ദാറ്റ്, അല്ലെങ്കിൽ അതിന്റെ ഡോസ് വീണ്ടും കുറയ്ക്കേണ്ടതാണ്.